കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം. ഈ രാത്രിയിൽ ദൈവ വചനം ധ്യാനിപ്പാനും പഠിക്കുവാനും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം, എപ്പിസിൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 3, യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം. നാം ഇന്ന് വരുന്ന ആഴ്ചകളിൽ പഠിക്കുവാൻ പോകുന്ന ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കുകയും ഈ രാത്രിയിൽ അല്പം ചില കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം, എപ്പിസിൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 to 12, 1 തൊട്ട് 12 വരെയുള്ള വേദഭാഗം ആരെങ്കിലും ഒരാൾ എല്ലാവർക്കും കേൾക്കെ ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശകന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കും മെരുക്കുവാതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരണമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ വേദഭാഗം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ എത്ര മനോഹരമായിട്ടാണ് യാക്കോബ് വളരെ മനോഹരമാകുന്ന ഇലിസ്ട്രേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രാധാന്യമുള്ളതാകുന്ന ഒരു വിഷയം ആ ലേഖനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ഈ വേദഭാഗങ്ങളെ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. വരുന്ന ചില ക്ലാസ്സുകളിലൂടെ, 1-2 ക്ലാസ്സുകളിലൂടെ നമുക്ക് അവിടെ നിന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ വേദഭാഗത്തെ ഒരു സെൻറ്റൻസിൽ പറയാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പറയാനായിട്ട് പറ്റും: കൺട്രോൾ ഓഫ് ദ ടങ് മാനിഫെസ്റ്റ് ദ ട്രാൻസ്ഫോംഡ് ഹാർട്ട്. Control of the tongue manifests the transformed heart. നാവിൻ്റെ നിയന്ത്രണമെന്നുള്ളത് യഥാർത്ഥത്തിൽ രൂപാന്തരം പ്രാപിച്ച ഒരു ഹൃദയത്തെ പ്രകടമാക്കുന്നു. ആ ഒരു വിഷയമാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. In chapter 1 verses 26 and 27 we have seen that, inverted commas, true religion is marked by 3 indicators. There are at least 3 indicators of true religion. Number 1 is a controlled tongue. And secondly, a compassionate heart. And thirdly, a clean life. ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിലുള്ള ഭക്തി, മലയാളം വേദപുസ്തകത്തിൽ ഭക്തി, ഇംഗ്ലീഷിൽ ആ ഒരു വാക്ക് ഉപയോഗിച്ച് റിലീജിയൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അത് ആ സമയത്ത്
ഞാൻ മെൻഷൻ ചെയ്തു എന്നാണ് എൻ്റെ ചിന്ത. എനിവേ, നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, കടിഞ്ഞാണുള്ളതാകുന്ന ഒരു നാവ്, കരുണയുള്ളതാകുന്ന ഒരു ഹൃദയം, പിന്നെ ഒരു വിശുദ്ധമാകുന്ന ജീവിതം. ഈ 3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തെ പ്രകടമാക്കുന്നത്. യാക്കോബ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ട്രൂ ഫെയ്ത്ത് വിൽ മാനിഫെസ്റ്റ് ദീസ് തിങ്സ്. ഇഫ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതുപോലെ ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും ആ വിശ്വാസം അത് മറ്റൊരു വിശ്വാസമാണെന്ന് നമ്മൾ കണ്ടു, അതുണ്ടെന്ന് പറയുകയും പിന്നെ ചില കാര്യങ്ങൾ ഇല്ലാതെ ഇരിക്കുകയും വന്നാൽ ആ വിശ്വാസം അവനെ രക്ഷിക്കുമോ? ഇല്ല. കാരണം ആ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല, അത് നിർജ്ജീവമാകുന്ന വിശ്വാസം. അപ്പോൾ ട്രൂ ഫെയ്ത്ത് എങ്ങനെ ഇരിക്കും, എങ്ങനെയാണത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ട്രൂ ഫെയ്ത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളിലാണ് തെളിയിക്കപ്പെടുന്നത്. അത് വിശേഷിച്ച് ആ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച അല്ലെങ്കിൽ യഥാർത്ഥമാകുന്ന രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസം ഉള്ളിലുള്ള ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സത്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അവൻ അതിന് വശംവദനാകും, അതിന് വിധേയപ്പെടാനായിട്ട് തുടങ്ങും. ഹി വിൽ നോട്ട് റെസിസ്റ്റ് ടു ദ prompting and even the nudging of the Holy Spirit. Holy Spirit doesn't overpower you as though you lose control. No. Holy Spirit very gently nudges you to walking an obedient life. If you will obey the nudging, the very promptings of the Holy Spirit, He will lead you in more holiness. That's how the Spirit of the Lord works in the life of a child of God. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ once we understand this is what happens, or this is what is the Word of God is talking about, true faith, then if you are truly a child, നമ്മൾ ശരിക്കും ഒരു ദൈവപൈതലാണെങ്കിൽ നമ്മൾ ആ നിലയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങും. മനസ്സിലാക്കണം. അല്ലാതെ ഒരു 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 മരത്തേൽ ഫലമില്ലാത്ത ഒരു മരത്തേൽ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫലം കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചാൽ അതിരിക്കത്തില്ല, കുറച്ച് സമയം ഇരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു മരത്തേൽ ഇപ്പോൾ ഒരു ആപ്പിൾ ട്രീ അത് കായ്ക്കുന്നില്ല. മാർക്കറ്റിൽ നിന്ന് ഒരു ആപ്പിളിൻ്റെ ബ്രാഞ്ചോടുകൂടി ഇലയോടുകൂടിയുള്ളതൊക്കെ കിട്ടുമല്ലോ, അത് കൊണ്ടുവന്ന് നമ്മൾ ഫിക്സ് ചെയ്താൽ 1 ദിവസം അല്ല 2 ദിവസമൊക്കെ അത് മനോഹരമായിട്ട് അവിടെ ഇരിക്കും, പിന്നെ അത് വാടാൻ തുടങ്ങും. മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. എന്നാൽ ജെനുവിൻ ഫെയ്ത്തിൽ എങ്ങനെയാ മനസ്സിലാകുന്നത്? ജെനുവിൻ ഫെയ്ത്തിലുള്ള ഫലം അതിൽ ക്രമേണ അതിൻ്റെ വളർച്ചയുടെ ഓരോ പടവുകളിൽ സ്ലോലി അത് എക്സിബിറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെങ്കിൽ ദർ വിൽ ബി ഫ്രൂട്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അതാണ് യാക്കോബോട് പറയുന്നത്. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യാക്കോബോട് പറയുന്നത് കുറേ പ്രവൃത്തികളല്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറേ കമ്പാഷനേറ്റ് ആയാൽ, നിങ്ങൾ കുറേ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നല്ല യാക്കോബ് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ല യാക്കോബ് പറയുന്നത്. അല്ല, നിങ്ങൾ നല്ലപോലെ സംസാരിക്കാൻ പഠിച്ചാൽ, എത്രയോ പേരുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നവർ, ഹൈന്ദവരായിട്ടുള്ളവർ എത്രയോ പേരുണ്ട്, ഒരു തെറ്റായ വാക്ക് പറയാത്തവർ എത്രയോ പേരുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ശരിയായ വിശ്വാസം ഉണ്ടാകുമെന്നല്ല യാക്കോബ് പറയുന്നത്, നേരെ തിരിച്ചാ. അതാണ്
നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്, സി കൺട്രോൾ ഓഫ് ദ ടങ് മാനിഫെസ്റ്റ് ദ ട്രാൻസ്ഫോംഡ് ഹാർട്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. യാക്കോബ് ഇതിന് മുകളിലുള്ളതാകുന്ന വേദഭാഗത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ അല്പം വിശദമായിട്ട് ചിന്തിച്ചു. 2-ാമത്തെ അധ്യായം 14 മുതൽ 26 വരെയുള്ള ആ കോൺട്രാവേഴ്സ്യൽ പാസേജൊക്കെ തന്നെ നമ്മൾ അല്പം വിശദമായിട്ട് ചിന്തിച്ചു. അത് നിങ്ങൾക്ക് ഗ്രഹിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ ഭാഗത്ത് യാക്കോബ് പറഞ്ഞു, or in the preceding verses he just made it very clear that genuine faith works. That was the thing we have discussed last week. അങ്ങനെയെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് now he moves on to another indicator of genuine faith. ഓക്കെ, മുകളിൽ ആ ജെനുവിൻ ഫെയ്ത്തിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കമ്പാഷനേറ്റ് ഹാർട്ടാണ്, അല്ലെ പ്രവൃത്തി ഉണ്ട്, കമ്പാഷൻ ഉണ്ടാകും. അത് കമ്പാഷൻ ഉണ്ടാകാതിരിക്കാൻ പറ്റുകയില്ലെന്നേ. ഒരു വ്യക്തിയുടെ അല്ലെ നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളുടെ മാത്രമല്ല, അല്ലാത്തവരോടും നമുക്ക് കമ്പാഷൻ തോന്നും. അത് വെറും സെൻറ്റിമെൻ്റായിട്ട് തോന്നുക മാത്രമല്ല, നമ്മൾ അതിനു വേണ്ടി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തിരിക്കും നമ്മുടെ കപ്പാസിറ്റിയിൽ. അതുണ്ടാകും കേട്ടോ. ആ കാര്യമാണ് യാക്കോബ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, if you have genuine faith or saving faith, that if you possess that, then you will yield your tongue to the lordship of Christ. Okay, അപ്പോൾ യഥാർത്ഥ വിശ്വാസം നമ്മിലുണ്ടെങ്കിൽ എൻ്റെ നാവിൻ്റെ കൺട്രോൾ, അതിൻ്റെ ലോഡ്ഷിപ്പ്, അതിൻ്റെ കർത്തൃത്വം അത് യേശു കർത്താവിനായിരിക്കും. അല്ലെ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വഴങ്ങപ്പെടുന്ന ഒരു നാവാണ് ചേഞ്ചായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ അല്ലെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഇൻഡിക്കേഷൻ. അതുകൊണ്ടാണ് every true believer will cry out just as David cried out. Psalm number 141 verse 3. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ദൈവത്തോട് അപേക്ഷിക്കും. എന്താ അപേക്ഷിക്കുന്നു? ഒന്ന് വായിക്കാമോ? യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. അപ്പോൾ നാം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈവൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് ഡേവിഡ് trying to control his tongue. Rather, he asks the Lord, this is impossible for me. You take control over my tongue. മനസ്സിലാവുന്നുണ്ടോ? അതായത് പഴയ നിയമകാലത്ത് ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ എൻ്റെ വായ്ക്ക് ഒരു കാവല് നിർത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദിസ് ഈസ് ഇമ്പോസിബിൾ ഫോർ മീ. കർത്താവേ, എനിക്കിത് ഇമ്പോസിബിളാ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കർത്താവേ, അങ്ങത് ചെയ്യണമേ, എൻ്റെ അധരദ്വാരം കാക്കേണമേ.
it may not totally be tamed. ഒരു പക്ഷേ അത് സമ്പൂർണമായിട്ടും അത് മെരുക്കപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പെർഫെക്ഷനിലേക്ക് നമ്മൾ വന്നെന്നു വരികയില്ലെങ്കിൽ തന്നെയും, if you know Jesus as your Lord and Savior, you are engaged in an ongoing battle to tame this terrible tongue. അതായത് ഒരു പക്ഷേ നമുക്ക് 100% അതിനകത്തൊരു കൺട്രോള് ഒരു പക്ഷേ സാധിച്ചില്ലെങ്കിൽ പോലും, യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഈ നാവിനെ മെരുക്കാനുള്ളതാകുന്ന ഒരു പോരാട്ടത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെയാണ് തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് നമ്മിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ അപ്പോസ്തലനാകുന്ന പൗലോസ് റോമാലേഖനത്തിൽ, അതായത് when he speaks about or he while he was making a case that all have sinned, the apostle zeroes in on the sins of the tongue. That is very important. റോമാലേഖനം 3-ാമത്തെ അധ്യായം 13 മുതൽ 14 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ, അവിടെ എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് പറയുവാൻ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു കാര്യം നാവിൻ്റെ പാപത്തെക്കുറിച്ചാണ്. അതൊന്ന് വായിക്കാമോ? 13-14. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. നോക്കുക, അപ്പോൾ നാവുകൊണ്ട് അവർ ചതിക്കുന്നു, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, അവരുടെ വായിൽ കയ്പും ശാപവും നിറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ബുദ്ധിയുള്ള ആരാധന എന്താണെന്ന് 12-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചാൽ, ഇവിടെ നോക്കണം, ഈ ശാരീരിക അവയവങ്ങളെ എടുത്തിട്ട് പാപം മനുഷ്യനിൽ, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. പാപം നിമിത്തമുണ്ടായ ആ ഡിപ്രേവിറ്റി എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ വേദഭാഗം, വിശേഷിച്ച് 3-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ, മനുഷ്യൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാലു വരെയുള്ള കാര്യങ്ങളപ്പോൾ അവിടെ പറയുന്നത് ശരീരം. എന്നാൽ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ യാഗമായി സമർപ്പിപ്പിൻ. നോക്കുക, എന്നിട്ട് പറയാണ്, ഇതാണ് റീസണബിൾ വർഷിപ്പ് എന്നാണ് പറയുന്നത്. റീസണബിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോജിക്കൽ, ദിസ് ഈസ് വാട്ട് മസ്റ്റ് ലോജിക്കലി ഫോളോ. ഇഫ് ദിസ് ഈസ് ദിസ് അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ ആ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്
ഇഫ് ഇറ്റ് ഹാസ് റിയലി ടേക്കൺ പ്ലേസ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആ വിശ്വാസത്താലുള്ള നീതീകരണം നടന്നെങ്കിൽ, when you think about the mercies of God, ദൈവത്തിൻ്റെ മനസ്സലിവിനെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി, അല്ലേ, റീസണബിൾ വർഷിപ്പ്. പലപ്പോഴും ഈ വരുന്ന ഒരു വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ലൈഫ് ഈസ് വർഷിപ്പ് എന്നുള്ള വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തിൻ്റെ എംഫസിസ് പലയിടത്തുമില്ല. പലയിടത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് ആരാധിക്കാമല്ലോ. ആരാധന അത്ര ഒരു അരമണിക്കൂർ അല്ലെ 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് തീർന്നു. പ്രിയപ്പെട്ടവരെ, അത് വേണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണത്. അത് മുഴുവനും ആരാധനയാകുന്നില്ല. ആരാധനയെന്ന് പറഞ്ഞാൽ അർപ്പണമാണ്, യാഗമാണ്. അവിടെ വളരെ വ്യക്തമല്ലേ, യാഗമായി സമർപ്പിപ്പീൻ, യാഗമാക്കുവിൻ നമ്മുടെ അവയവങ്ങളെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാവെന്നുള്ളത്, ദ ടങ് ഈസ് വൺ ഓഫ് ദ മേജർ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഇൻ ദ വാർ. And to become godly people, we must wage the war daily on this front. നമ്മൾ ദൈവഭക്തിയോടെ ജീവിക്കണമെങ്കിൽ ഈ ഒരു തലത്തിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടായേ തീരൂ. നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യം, സ്പീച്ച് എന്ന് പറയുന്നത്, സംസാരമെന്ന് പറയുന്നത് മനുഷ്യന് മാത്രം, തൻ്റെ സൃഷ്ടികളിൽ മനുഷ്യനു മാത്രം ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ്. മനുഷ്യന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയും പാരറ്റ്സും ഒക്കെ സംസാരിക്കും. പക്ഷേ അത് സംസാരമല്ല സത്യത്തിൽ. അത് ഈ ചില ശബ്ദങ്ങൾ മിമിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ സംസാരിപ്പാനുള്ളതാകുന്ന കഴിവ്, it is one of the human capacities which reflect one of our likeness to God. അതായത് ദൈവവുമായിട്ടുള്ള നമ്മുടെ പല സാദൃശ്യങ്ങളിൽ ഒന്നാണ് സംസാരിക്കുവാനുള്ളതാകുന്ന ആ കഴിവ്. നിശ്ചയമായിട്ടും ആനിമൽസിൽ നിന്നും നമ്മെ അത് വ്യത്യസ്തമാക്കുന്നു. 1-2 വേദഭാഗങ്ങളുടെ ഇന്ന് നമ്മൾ ഇത് ഒരു പെരിഫറലായിട്ട് പൊതുവായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മുൻപോട്ട് പോകും. എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങൾ ഒന്ന് കടന്നു വരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം, എഫേഷ്യൻസ് ചാപ്റ്റർ 4 and verse 29. Ephesians 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നോക്കുക, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആകാത്തത് എന്നുള്ളത് ഇംഗ്ലീഷിൽ, I don't know what's written there. Somebody can help me with that. Corrupt. Let no corrupt word. അതിന് ഉപയോഗിച്ചിരിക്കുന്ന, അതിൻ്റെ റൂട്ട് ലാംഗ്വേജിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം റോട്ടൺ എന്നുള്ളതാണ്. റോട്ടൺ. അപ്പോൾ when applied to rotten talk, whether this is dishonest, unkind,
or vulgar, we can be sure that in some way or the other, it hurts other people. അപ്പോൾ ഈ റോട്ടൺ ടോക്ക് ആകാത്തത് സത്യത്തിൽ അത് ബിൽഡപ്പ് ചെയ്യുന്നതല്ല. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് അത് നാം ബിൽഡപ്പ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എന്നിട്ട് 30-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സോ വാട്ട് ഗ്രീവ്സ് ദ ഹോളി സ്പിരിറ്റ്? എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? Since God's Spirit is the Holy Spirit, every unholiness, every unwholesome talk, every dishonest, vulgar or anything that that is not in accordance with God's word, it will grieve the Holy Spirit. In other words, since God's Holy Spirit is the Holy Spirit, He is grieved by every unwholesome and unholy talk. And we might add that since He is the Spirit of truth, through whom God has spoken, He is upset by all our misuse of speech, which has been Paul's topic in the preceding verses. നമ്മൾ ഈ ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പദം പരിശുദ്ധയാത്മാവെന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിനെ ഏത് അശുദ്ധിയും, വിശേഷിച്ച് അൺഹോൾസം ടോക്ക്, കാരണം സത്യത്തിൻ്റെ വചനത്താലാണ് നാം വീണ്ടും ജനിച്ചത്. സത്യത്തിൻ്റെ വചനത്താൽ പിതാവ്, യാക്കോബിൻ്റെ ലേഖനം 1:18, പിതാവ് നമ്മെ വീണ്ടും ജനിപ്പിച്ചു എങ്കിൽ we should begin to show the family likeness of our father. നമ്മുടെ പിതാവിങ്കിൽ നിന്നുള്ള ആ കുടുംബത്തിൻ്റെ ഒരു സവിശേഷതയുണ്ടല്ലോ, അത് നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ ഈ വേദഭാഗം വിശേഷിച്ച് എഫെസ്യ ലേഖനം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4:25, 29, 30, 31 ഇത്രയും വാക്യങ്ങളൂടെ ഒന്ന് വായിക്കാം. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എന്നിട്ട് 30-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചോളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പൗലോസ് 29-ാമത്തെ വാക്യത്തിൽ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നോക്കിയേ എത്ര കൃത്യമായിട്ടാണ് ആ ലേഖനത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് 31-ാം വാക്യം, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ആ മലയാളത്തിലെ ആ വാക്കുകളെല്ലാം ഒന്ന് നമുക്ക്
പരിചിതമല്ല. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? 31, വേഴ്സ് 31. ലെറ്റ് ഓൾ ബിറ്റർനെസ്, wrath, anger, clamor, okay, and evil speaking, okay, evil speaking, നോക്കിയേ, ദൂഷണം, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അപ്പോൾ യാക്കോബ് മാത്രമല്ല, പൗലോസിൻ്റെ ലേഖനങ്ങളിലും ഇത് തന്നെ നമ്മൾ വായിക്കുക. ഇനിയും യാക്കോബിനും പൗലോസിനുമൊക്കെ ഇതെവിടുന്ന ഒറിജിനലി കിട്ടിയെന്നറിയാമോ? അത് നമ്മുടെ കർത്താവിങ്കിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33 മുതലുള്ള ആ വാക്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അല്ലെ പ്രത്യേകിച്ച് 36, 37 വായിച്ചാലും മതിയാകും. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അടുത്തത്, നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നോക്കുക, കർത്താവ് പറഞ്ഞതാകുന്ന ഒരു കാര്യമുണ്ട്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. അതാണ് 34-ാമത്തെ വാക്യം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ ഇന്ന് പൊതുവായിട്ട് ചില കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആ 3-ാമത്തെ അധ്യായം അതിൻ്റെ ആരംഭ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഈ ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ചില തൊഴിലുകൾ, ചില ജോലികൾ ഇറ്റ് ഈസ് ഫ്രോട്ട് വിത്ത് ഹസാർഡ്സ് ദാൻ അതർ. ഇപ്പം നമ്മൾ ഒക്യുപ്പേഷണൽ ഹസാർഡ് എന്നുള്ള ഗണത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയും? നമ്മളിപ്പോൾ പറയും ഇല്ലേ, ഫയർ ഫൈറ്റർ അല്ലേ? ഫയർ ഫൈറ്റ് ചെയ്യുന്ന ആൾക്ക് അയാളുടെ തൊഴിലിൽ തന്നെ ഒരു അപകടമുണ്ട്. അല്ലെങ്കിൽ ഡീപ്പ് സീ ഡൈവ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, വലിയ ഹൈറ്റിലൊക്കെ കയറി ജോലി ചെയ്യുന്നവർ. ഞാൻ ഒരിക്കൽ ദുബൈയിൽ ഒരു കണ്ടു, വലിയ ഹൈറ്റുള്ളൊരു കെട്ടിടം, ഭയങ്കര ഹൈറ്റുള്ള. നോക്കിയപ്പോൾ ഒരു ചെറിയ ദൂരെ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു പക്ഷി പോലെ ഏതാണ്ട് തൂങ്ങിക്കിടക്കുന്നത്. കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോഴാണ് കണ്ടേ, ഗ്ലാസ് കൊണ്ടുള്ള ആ ബിൽഡിങ്ങിന് ഒരു മനുഷ്യനാണ് അത് ആ ഗ്ലാസ് ക്ലീൻ ചെയ്യുക. ഒരു ചെറിയ കയറ് പോലാണ്ട് ഒരു സാധനമുണ്ട് മോളിൽ നിന്ന്. എന്തോ ഒരു അപകടം പിടിച്ച പണിയല്ലേ. അപ്പോൾ അപകടം പിടിച്ചതാകുന്ന ജോലികളുടെ കൂട്ടത്തിൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും? ഇല്ല. എന്നാൽ യാക്കോബ് ഇവിടെ അതാ യാക്കോബിൻ്റെ യാക്കോബ് ഇവിടെ ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു ജോലിയാണ് എന്ത്? ടീച്ചിങ്.
അതിന് കാരണം എന്താ? സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ, കാരണം ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾ ഏതാ? ഇതാ, നാക്ക. അപ്പോൾ ഇത് വലിയ അപകടം പിടിച്ചൊരു ജോലിയാണ്. എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ we imagine we are as spiritual as our sermon sounded. Sometimes we imagine that. And we imagine we are as spiritual when we spend some time in prayer and we felt good. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോ, അവിടെയാണ് ഒരു വലിയ പ്രശ്നം ഇരിക്കുന്നത്. പലപ്പോഴും യാക്കോബ് ഇവിടെ പറയുന്ന ഈ കാര്യം, ഇത് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ, പഠിപ്പിക്കും, പ്രത്യേകിച്ച് when we teach God's word, ദൈവവചനം ഉപദേശിക്കുമ്പോൾ യാക്കോബ് പറയുക. അതാ ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ, ഞാൻ ഇതിനു മുമ്പ് ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇന്ന് അല്പസമയം ഒന്ന് ധ്യാനിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയന്നു പോയി കേട്ടോ. ടു ബി വെരി ഫ്രാങ്ക് വിത്ത്, ഞാൻ ഭയന്നു പോയി. കാരണം യാക്കോബ് പറയുക അധികം ശിക്ഷാവിധി വരുമെന്ന്. ഒരിക്കൽ ഒരു പ്രസംഗന് അദ്ദേഹം അത് ഏത് രീതിയിൽ അത് പറഞ്ഞതെന്ന് ഞാൻ അറിയില്ല, എങ്കിലും അത് കേട്ടത് എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞിങ്ങനെയാ, ഒന്നീ അനുഭവിച്ചേച്ച് പ്രസംഗിക്കണം, അല്ലെ പ്രസംഗിച്ചേച്ച് അനുഭവിക്കണമെന്ന്. മനസ്സിലായോ? ഒന്നീ അനുഭവിച്ചിട്ട് പ്രസംഗിക്കണം, അല്ലെങ്കിൽ പ്രസംഗിച്ചിട്ട് അനുഭവിക്കുമെന്ന്. രണ്ടാമത്തെ അനുഭവം എന്നുള്ളത് അതിൻ്റെ എനിക്കറിയില്ല, മലയാളത്തിൽ ആ ഒരു പ്രയോഗത്തിൻ്റെ ആ മീനിങ് പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഈ എന്താ പറയുന്നത്, മലയാളം മദർ ടങ് അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഞാനാ പറഞ്ഞേ. യാക്കോബ് ഇവിടെ ആ കാര്യമാണ് പറയുന്നത്. സത്യത്തിൽ അതാ ഞാൻ പറഞ്ഞേ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ. എന്നിട്ട് ഞാൻ യാക്കോബ് ഉപയോഗിക്കുന്ന ആ പിക്ചേഴ്സ് ഒന്ന് ഞാൻ ഇമാജിൻ ചെയ്തപ്പോഴാണ് അതിൻ്റെ ആ ഗംഭീരത ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ താഴോട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന എൻ്റെ ചിന്ത. പണ്ട് കാലത്തൊക്കെ, ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്ന് പ്രത്യേകിച്ച് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഒട്ടും മനസ്സിലാകത്തില്ല. പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ രോഗം വന്ന് ഡോക്ടറുടെ അടുത്ത് പോയാൽ ആദ്യം ഡോക്ടർ പറയുന്നത് നാക്ക് നീട്ടി കാണിക്കാൻ പറയും. അപ്പോൾ നാക്ക് നീട്ടി കാണിക്കുമ്പോൾ നാക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടർ നിർണയിക്കും അകത്തെന്നാ കുഴപ്പമെന്ന്. മനസ്സിലായോ? നാക്ക് നോക്കിയേച്ച് ഉള്ളിലത്തെ കുഴപ്പം എന്താണെന്ന് ഒരു ഫിസിഷ്യൻ, അതായിരുന്നു അവരുടെ സ്കില്ല് കേട്ടോ. ഇന്നത്തെ പോലൊന്നും അല്ലത്. ദാറ്റ് വാസ് സച്ച് എ സ്കിൽ. അങ്ങനെയുള്ള സ്കില്ലൊന്നും ഇന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, കാരണം ഇന്ന് എക്യുപ്മെൻറ്റ്സ് അല്ലേ.
എന്നാൽ ആ കാലത്ത് അങ്ങനല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആത്മീക അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് പ്രിയപ്പെട്ടവരെ. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അത് ഈ ട്രെയിനിങ് കൊണ്ടൊന്നും വരികയില്ല. നമ്മൾ കുറേ ട്രെയിൻ ചെയ്താലൊന്നും അത് വരികയില്ല. അത് സത്യത്തിൽ വരേണ്ടത് ഉള്ളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരുപാട് ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ. അതിനകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ സ്പൗസിനോട് കോപിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലേ? സ്റ്റെപ്പ് നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഒത്തിരി സ്റ്റെപ്പൊക്കെ അതിനകത്ത് കൊടുക്കും. പക്ഷേ പ്രശ്നം എവിടെയാണെന്നറിയാമോ? കോപം വരുമ്പോൾ ഈ സ്റ്റെപ്പ് ഒന്നും നമ്മൾ ഓർക്കുകയില്ല. ഒരു സ്റ്റെപ്പ് പോലും ഓർമ്മ വരികയില്ല. എല്ലാ സ്റ്റെപ്പും മറന്നു പോകും. അതാ ഈ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ എല്ലാം പ്രശ്നം. അതാ ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടൊന്നും നടക്കുകയില്ല പ്രിയപ്പെട്ടവരെ. സത്യത്തിൽ ഈ പണ്ട് നമ്മുടെ ഹൃദയം, അതാ കർത്താവ് പറഞ്ഞ കാര്യം, ഒരിക്കലും മറക്കരുത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ സംസാരം കൊണ്ട് ഹൃദയത്തെ മൂടാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അത് വേറൊരു വിഷയം. പക്ഷേ അത് അധികകാലം നിൽക്കുകയില്ല. ഇത് രണ്ട് നിലയിലും നമ്മൾ ആ കാര്യം അതും വേദപുസ്തകം പറയുന്നുണ്ട്. സാദൃശ്യവാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നോക്കി, ഈ നമ്മുടെ നാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പം, പണ്ട് ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പണ്ട് കാലത്ത് ഈ രാജാക്കന്മാർ ഭരിക്കുന്ന സമയം. അപ്പം അവർക്ക് തമ്മിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. എന്തുവാ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു രാജാവ് വേറെ രാജാവിനെ കടങ്കഥ ചോദിക്കും. അത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് നിന്നെ യുദ്ധം ചെയ്യും എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരു രാജാവ് വേറൊരു രാജാവിൻ്റെ അടുത്തോട്ട് ഒരു മനുഷ്യനെ അയച്ചു. എന്നിട്ട് അതിൻ്റെ പന്തയം ഇതാണ്: ഈ മനുഷ്യൻ്റെ മാതൃഭാഷ ഏതാണെന്ന് നീ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവരെന്തോ പന്തയം വെച്ചിട്ടുണ്ട്. അപ്പോൾ പല ഭാഷാ പണ്ഡിതന്മാരെ വരുത്തി, പല ഭാഷകൾ അറിയുന്നു. അവരെല്ലാം സംസാരിക്കുമ്പോൾ നല്ല ഫ്ലുവൻ്റായിട്ട് അതേ ഭാഷ ഇങ്ങോട്ട് സംസാരിക്കുക. ഒരു രക്ഷയില്ല. അപ്പോൾ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അത്ര വലിയ ഗവനിക്കാത്ത ഒരു സാധാരണ പരിചാരകനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവ് ഏതായാലും ഒടുവിൽ ആ പന്തയത്തിന് കീഴടങ്ങുന്ന ഒരു സമയം വന്നു. പറഞ്ഞു, ഏതായാലും 2-3 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി നല്ല ആഹാരമൊക്കെ കൊടുത്ത്, നല്ല തലയിൽ എണ്ണയൊക്കെ വെച്ച് കുളിപ്പിച്ച്, നല്ല ആഹാരമൊക്കെ കൊടുത്ത്, വയറ് നിറച്ച് ഭക്ഷണവും കൊടുത്ത്, പിന്നെ നല്ലപോലെ ഉറക്കി. എന്നിട്ട് പല ഭാഷകൾ അറിയാവുന്ന ഒരാളെ കൂടെ രാജാവിനോട് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ആക്കി. എന്നിട്ട് ഉറങ്ങിക്കിടന്നപ്പം അങ്ങോട്ട് ചെന്ന് നല്ലൊരു ചൂരൽ പോലുള്ള ഏതാണ്ടൊരു വടിയെടുത്ത് ഒറ്റ അടിയം കൊടുത്തു. പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു ഭാഷയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ആ ഭാഷാ പണ്ഡിതൻ പറഞ്ഞു, ഇന്നതാണ് ഇവൻ്റെ മാതൃഭാഷ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ
ഉള്ളിൽ എന്താ ഇരിക്കുന്നതെന്ന് നമ്മളെ ഷെയ്ക്ക് ചെയ്യുന്ന ചില നിമിഷങ്ങളുണ്ട്. അന്നേരമേ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പുറത്തുനിന്ന് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമേ അല്ല. പിന്നെ എന്താ സംഭവിക്കേണ്ടത്? ഇത് ഉള്ളിൽ നിന്ന് വരണം. ചേഞ്ച്ഡ് ഹാർട്ട്. അതാ യേശു പഠിപ്പിച്ചത്. അത് തന്നെയാണ്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ. സോ എന്താ വേണ്ടത്? ഇപ്പം സ്പൗസിനോട് കോപിക്കാതിരിക്കുന്നത് എങ്ങനെ? സ്പൗസിനോട് ഉള്ളിൽ നിന്ന് സ്നേഹം തോന്നിയാൽ അതൊക്കെ മാറിപ്പോ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതെങ്ങനെ പറ്റുന്നേ? അതിന് ദൈവത്തിൻ്റെ കൃപയാണ് ആവശ്യം. കോപിക്കാന്നൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിൽ നമ്മൾ പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അവിടെ എന്താണ് നമുക്ക് ആവശ്യം? നമ്മുടെ ഹൃദയത്തിൻ്റെ ചേഞ്ചാണ് വേണ്ടത്. ഹൃദയംഗമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതുണ്ടാകണം. അതുകൊണ്ടാണ് ഈ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 50-ാമത്തെ അധ്യായത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന്, ദ സെർവൻ്റ് ഓഫ് ദ ലോഡ്, സെർവൻ്റ് സോങ്ങിനകത്ത് അതുള്ളത്, സെർവൻ്റ് ഓഫ് ദ ലോഡ്, യഹോവയുടെ ദാസൻ എന്ന് പറയുന്നയാൾ. ക്ഷീണിച്ചിരിക്കുന്നവനെ, എനിക്കൊന്ന് 50-10 ആണെന്ന് തോന്നുന്നു. ആണോ? ഇസ് ദാറ്റ്? ക്ഷീണിച്ചിരിക്കുന്നവനെ അതല്ല, ക്ഷീണിച്ചിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ആ ഒരു വാക്യം 50 അല്ലേ? തളർന്നിരിക്കുന്നവനെ 50-4. ഓക്കെ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നോക്കിയേ, അപ്പോൾ എന്തോ ശ്രദ്ധ, യഹോവയായ കർത്താവ് എനിക്ക്, അപ്പം ശിഷ്യൻ്റെ നാവ് എനിക്ക് തന്നേക്കുക. ഇതല്ല, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഗിവൺ ടു മീ. അതാ പഴയ നിയമത്തിൽ. അതാ ഞാനതാ പറഞ്ഞേ, ഈ നമ്മൾ പുറത്തുനിന്ന് ഇത് കുറേ ട്രെയിനിങ്ങിനോ പോയത് കൊണ്ട് ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഇൻറ്റേർണലായിട്ട് ആ വലിയ ചേഞ്ച് നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. യാക്കോബ് അതാ പറയുന്നത്. നോക്കിയേ, അപ്പോൾ ആ ശരിയായിട്ടുള്ള ആ ജെനുവിൻ ഫെയ്ത്ത്, ഒരു ട്രാൻസ്ഫോംഡ് ഹാർട്ട്, it will manifest itself in a controlled tongue. If our faith is genuine, then slowly we, by God's grace, will have control over the tongue. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. അറ്റ് ദ സെയിം ടൈം പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടെറിബിൾ ജോബാണ്. കാരണം യാക്കോബ് പറയുന്നത്, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ പലര് ഉപദേഷ്ടാക്കന്മാർ ആകരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വരുന്ന ആഴ്ചകളിൽ കൂടുതലായിട്ട് ചിന്തിക്കുക. ഇന്ന് പൊതുവായിട്ട് ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അടുത്ത ആഴ്ചയിൽ ആ വേദഭാഗത്ത് നിന്ന് നമ്മൾ ഓരോ വാക്യങ്ങളെ എക്സ്പോസിറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആ കാര്യം നമുക്ക് മനസ്സിലാക്കും. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ മാത്രമേ ഇത് കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, വിശ്വാസത്താൽ, കൃപയാലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ വാക്കുകളിൽ നമ്മൾ തെറ്റും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ദൈവം പകരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. ആർക്കെങ്കിലും സൗരമല്ലാരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ച അവസാനം